മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ, ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് എ ഗ്രേഡ് കിട്ടിയില്ല, ചില പ്രവർത്തനങ്ങൾക്ക് ചിലർക്ക് ബി ഗ്രേഡ് കിട്ടി, ചിലർക്ക് സിയും ഡിയും ഒന്നും എഴുതാൻ പറ്റാതെ ഇ ഗ്രേഡും ഗ്രേഡ് ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ ചില രക്ഷിതാക്കള് എന്നോട് പറഞ്ഞതാണ്, ശ്രുതി ടീച്ചറെ ഒരു കാര്യം ചെയ്യാമോ, ഏത് ദിവസത്തെ ഡയറി എഴുതാൻ വന്നാലും എങ്ങനെ എഴുതുമെന്ന് എന്നൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമോ എന്ന്. പിന്നെ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ടീച്ചർ എന്നും ഡയറി എഴുതാറുണ്ട്, അതുപോലെ എൻ്റെ മക്കളും എന്നും ഡയറി എഴുതി ശീലിക്കണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഡയറി എഴുതരുത്. കാരണം നമ്മൾ എന്നും ഡയറി എഴുതി ശീലിച്ചാലേ പരീക്ഷയ്ക്ക് ഏത് ദിവസത്തെ ഡയറി എഴുതാൻ പറഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം വേണ്ടത് ഒരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് ഇടാം. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ഡേറ്റ് ഇടാം, 20/9/25. അതിപ്പോൾ ഇപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഏത് ദിവസമായാലും അത് നമ്മൾ എഴുതണം. തീയതിയും ദിവസവും എഴുതാം, സമയവും കൂടെ ഞാൻ എഴുതാറുണ്ട്. ഞാൻ എഴുതുന്നത് കാരണം നമ്മളിത് പേഴ്സണൽ ഡയറിയാണ് എഴുതാറ് അല്ലേ. പരീക്ഷയ്ക്കൊന്നും വേണ്ടി ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും എഴുതുന്ന ഡയറി അല്ല, പേഴ്സണൽ ഡയറിയാണ്. അപ്പോൾ നമ്മൾ ഡയറി എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതിയത് ഇതാ, തീയതിയും ദിവസവും. നിങ്ങൾ ഏതെങ്കിലും ഒരു തീയതി, പരീക്ഷ നടക്കുന്ന ദിവസമാണെങ്കിൽ ആ ദിവസം, അല്ലെങ്കിൽ നിങ്ങളോട് സ്വാതന്ത്ര്യ ദിന പറഞ്ഞതെങ്കിൽ നിങ്ങൾ എഴുതണം, ഡേറ്റ് 15 ആക്കണം അല്ലേ. ഓഗസ്റ്റ് 15 അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതണം 15/9/2025, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ള ഡയറി ആണെങ്കിൽ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറി മനോഹരമായി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ദിവസമാണെങ്കിൽ നമുക്ക് എഴുതാം, ഇന്ന് നല്ല ദിവസമായിരുന്നു. മോശം ദിവസം ആവാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ അല്ലേ, എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ എഴുതുന്നു, ഇന്ന് നല്ല ദിവസമായിരുന്നു, ഇന്ന് നല്ല ദിവസമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ, ശനിയാഴ്ച സ്കൂൾ ഉണ്ടാവാറില്ല, ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സും പകരം ക്ലാസ്സൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ, ഇന്ന് നല്ല ദിവസമായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളില്ല, ശനിയാഴ്ചയാണ്, സ്കൂളില്ല എന്ന് വിചാരിക്കാം, ഇന്ന് നല്ല ദിവസമായിരുന്നു. സ്കൂളുണ്ടെങ്കിൽ അങ്ങനെ എഴുതണം കേട്ടോ. സ്കൂൾ എന്നൊക്കെ എഴുതുന്ന അറിയില്ലേ അല്ലേ. സ്കൂളില്ലാത്തതിനാൽ ഞാൻ കുറേ വായിച്ചു എന്നെഴുതിക്കൂടെ. കുറേ പുസ്തകങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ കുറേ പുസ്തകമൊന്നും വായിക്കാൻ പറ്റില്ല അല്ലേ. ഞാനൊരു പുസ്തകം വായിച്ചു അല്ലേ. പുസ്തകം വായിച്ചു അല്ലേ. എഴുതണ്ടേ പിന്നെ? എന്ത് നല്ല കഥയായിരുന്നു അത്, എന്ത് നല്ല കഥ അല്ലേ. ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. എന്ത് നല്ല കഥ അല്ലേ. നിങ്ങൾക്ക് അത്ഭുതം അല്ലേ, എന്ത് നല്ല കഥ, ഇഷ്ടം. കിട്ടനും കുട്ടനും എന്നായിരുന്നു അതിന്റെ പേര്. ടീച്ചർ ഒരു പേര് കൊടുത്തതാണ്, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. കിട്ടനും കുട്ടനും എന്നായിരുന്നു പേര്. അത്രയും മതി. കിട്ടനും കുട്ടനും എന്നായിരുന്നു അതിന്റെ പേര് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇത്രയും എഴുതിയാലും മതി. എന്നിട്ട് നിങ്ങൾ ഞാൻ രാവിലെ എണീറ്റു, പല്ല് തേച്ചു, അങ്ങനെയൊന്നും എഴുതണമെന്നില്ല നിങ്ങൾ. എന്നിട്ട് പുസ്തകത്തിന്റെ ഒരു ചിത്രമൊക്കെ വരച്ച് വേണമെങ്കിൽ അല്ലേ, ഒരു പുസ്തകത്തിന്റെ ചിത്രമൊക്കെ വരച്ച് ഇത്ര എഴുതിയാലും
ഡയറിയായി. ഇത്ര എഴുതിയാലും ഡയറിയായി. ഇതൊരു ഡയറിയാണ്. അത്ര എഴുതിയാൽ മതി. നിങ്ങൾ ദിവസം എഴുതുന്ന ഡയറി അത്ര എഴുതിയാൽ മതി, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾ ഓണത്തെക്കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞ നിങ്ങളുടെ സ്കൂളിലെ ഓണപ്പരിപാടി, അപ്പോൾ തീയതിയും ദിവസവും എഴുതുക. തീയതി, ദിവസം. പിന്നെയോ തീയതിയും ദിവസം എഴുതാം. പിന്നെ എന്താ എഴുതേണ്ടത്? മക്കളെ എഴുതേണ്ടത് പിന്നെ ഇതാ, ഇന്ന് നല്ല ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ എഴുതിക്കൂടെ? സ്കൂളിൽ ഓണാഘോഷമായിരുന്നു. അല്ലേ? സ്കൂളിൽ ഓണാഘോഷമായിരുന്നു. എല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തി. എല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തി. അങ്ങനെ പറഞ്ഞൂടെ? നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് എല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തി. എല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തി. മനോഹരമായ പൂക്കളം തീർത്തു. മനോഹരമായ പൂക്കളം തീർത്തു. ടീച്ചർ എന്താ ഇത് എഴുതിക്കൊണ്ടുവരാതെ നിങ്ങളുടെ മുന്നിൽ നിന്ന് എഴുതുന്നത്? നിങ്ങൾ പഠിക്കേണ്ടിയിട്ടാണ് കേട്ടോ. മനോഹരമായ പൂക്കളം തീർത്തു. വേണമെങ്കിൽ അവിടെ ഒരു പൂക്കളത്തിന്റെ ചിത്രമൊക്കെ വരച്ചു കൊടുക്കാം. പൂക്കളത്തിന്റെ ചിത്രമൊക്കെ വരച്ച് കളറൊക്കെ ചെയ്യാം. പിന്നെ ഓണക്കളികൾ എന്ത് രസമായിരുന്നു. പിന്നെ ഓണക്കളികൾ കളികൾ. പിന്നെ ഓണക്കളികൾ എന്ത് രസമായിരുന്നു അല്ലേ? പിന്നെ ഓണക്കളികൾ എന്ത് രസമായിരുന്നു. ഓണത്തെ പറ്റിയാണെങ്കിൽ ഓണത്തിന്റെ കുറച്ച് കാര്യം എഴുതണം. പൂക്കളത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ഓണക്കളികൾ എന്ത് രസമായിരുന്നു. ചെണ്ടമേളവും ചെണ്ടമേളവും സ്കൂളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ചെണ്ടമേളവും പുലിക്കളിയും മാവേലിയും ആഹാ അല്ലേ? ഹായ് ശരിക്കും അടിപൊളിയായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. ശരിക്കും അടിപൊളിയായിരുന്നു. അത് എഴുതുന്നതിൽ തെറ്റില്ല. ശരിക്കും അടിപൊളിയായിരുന്നു. ഇനി വേണമെങ്കിൽ ഒരു സമ്മാനം കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പൂക്കളത്തിന്റെ ചിത്രം വരയ്ക്കാം അല്ലേ? പൂക്കളത്തിന്റെ ചിത്രം എങ്ങനെയാ വരയ്ക്കുക? മിസ്സിന് ചിത്രം വരയ്ക്കാനൊന്നും അധികം അറിയില്ല. പൂക്കളത്തിന്റെ ചിത്രമൊക്കെ വരച്ച് ഡയറി അവസാനിപ്പിക്കാം. ഇനി ഏത് ദിവസത്തെ കുറിച്ചാണോ വരുന്നത് ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ എഴുതാട്ടോ. ടീച്ചർ എഴുതി കൊണ്ടുവരാഞ്ഞത് എന്തുകൊണ്ടാ? എൻ്റെ മക്കള് അടിപൊളിയായിട്ട് ഡയറി എഴുതി പഠിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? വലിയൊരു വീഡിയോ ആയി പോയിക്ക് സാരയില്ല, നമ്മൾ ഡയറി എഴുതി പഠിച്ചു അല്ലേ? ഇനി ഏത് വന്നാലും നിങ്ങൾക്ക് ഡയറി എഴുതാൻ പറ്റില്ലേ? തീയതിയും ദിവസവും മറക്കരുത്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.